വെൽക്കം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ 3rd വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചേ. അപ്പോൾ ഞങ്ങളോടത്ത് 2 പേർക്കും ലീവാണ്, എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാനേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടാവാറില്ല, എപ്പോഴും പെട്ടെന്നാണ് എവിടെയെങ്കിലും പോകുന്നത്. അപ്പോൾ ഞങ്ങളോർത്തു നാളെ, അതായത് ഇന്ന് എണീറ്റ് കഴിഞ്ഞ് തീരുമാനിക്കുക എവിടെ പോകാമെന്ന്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ചുമ്മാ ChatGPTയിൽ അടിച്ചു കൊടുത്തു ലിവർപൂളിൽ നിന്ന് ഒരു 1 ഡേ ട്രിപ്പ് പോകാനായിട്ട് പറ്റിയ സ്ഥലം എവിടെയാണേ. അപ്പം കുറേ ഇത് കാണിച്ചു, പീക്ക് ഡിസ്ട്രിക്റ്റ്, ലേക്ക് ഡിസ്ട്രിക്റ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണിച്ചു തന്നെ. അപ്പോൾ ലേക്ക് ഡിസ്ട്രിക്റ്റ് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റി. അതാണ് ആദ്യം വന്ന ഒരു സജഷൻ. അപ്പോൾ ഞങ്ങൾ പീക്ക് ഡിസ്ട്രിക്റ്റ് പോയിക്കൊണ്ടിരിക്കുക. പീക്ക് ഡിസ്ട്രിക്റ്റ് വന്നു. ഫസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ മാംടോർ എന്ന് പറഞ്ഞിട്ടൊരു ഹൈക്കിംഗ് പോയിന്റ് ആണ്. ആണോ? അപ്പോൾ അനു ആദ്യമേ നടന്നായിരുന്നേ. അനു എന്നാ പറയുന്നതെന്നറിയാമോ? ഇതിൻ്റെ മേളിൽ ഇത് കണ്ടോ, ഫുള്ള് കാണാമെന്നറിയത്തില്ല, കണ്ടോ മുഴുവൻ മറ്റേ പാരച്യൂട്ടിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. നല്ല തണുപ്പുണ്ട്, എന്നാൽ നല്ല വെയിലും ഉണ്ട്, ഒരു മിക്സ് ക്ലൈമറ്റാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മേളിൽ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ ഹാപ്പി ആനിവേഴ്സറി. ഇന്നലെ ആണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര പനിയായിരുന്നു. പനിച്ച് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തീരെ വയ്യ. രാവിലെ നമ്മളിവിടെ സൺറൈസ് കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞു. അപ്പോൾ സൺറൈസ് കാണാൻ വരാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ രാവിലെ എണീറ്റ് കിടക്കുക. പക്ഷേ എനിക്ക് എണീക്കാനായിട്ട് ഇതുണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു ഇപ്പം ഞാൻ നേരത്തെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം വരെ എനിക്ക് എനർജി ഉണ്ടാകത്തില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി എണീക്കാതെ കിടന്നിട്ട് മെല്ലെ എണീക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അയ്യോ താങ്ക് യു. അപ്പോൾ ഉടനെ എന്താ ചെളിയോ, ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ചെന്ന് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ടോൺസിലൈറ്റിസ് ഭയങ്കര എക്സ്ട്രീം ആകുമ്പോൾ ഒരു ബ്ലഡി എക്സിഡേറ്റ് വരത്തില്ലേ, അതേപോലെ ഭയങ്കര ഒരു ചോര തുപ്പിയ കബമൊക്കെ വന്നു. പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല, അങ്ങനെ അങ്ങ് വന്നു. പക്ഷെ വന്നത് വെറുത്തായി. നമ്മൾ ആ മലയുടെ അങ്ങേ അറ്റത്ത് കയറാൻ പോവാം. സോ ഇവിടെ ഫുള്ള് ചെളിയുണ്ട്, ഞാൻ കാണിച്ചു തരാം താഴെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ നോക്കി നടക്കട്ടെ, അല്ലെങ്കിൽ വീഴും. കണ്ണാടി വെച്ചേക്കുന്ന ഭയങ്കര വെയിലാണ്, നമുക്ക് മേളിലോട്ട് കാണാൻ വയ്യ. കണ്ണാടി വെച്ചിട്ട് കോമഡി ആയിരുന്നു എന്നെ കാണാൻ. ആർക്കറിയാം, എന്തെങ്കിലും ആവട്ടെ. ഒരു 10-70 വയസ്സാകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണ് പോയെന്നൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിലെ കൂടി കയറട്ടെ ഞാൻ. ഓ വൈബ് കേട്ടോ, ഇതല്ലേ പറയുന്നത്. നമ്മളാ നാട്ടിൽ ഇപ്പൊ രാമക്കൽമേടൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലത്തെ വൈബാ. ആ ശരിയാ. പക്ഷെ ഇത് കണ്ടോ ഫുള്ള്, അയ്യോ ഇവിടെ ഫുള്ള് ചെളിയാടാ. 40 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന് മേളിലോട്ട് ട്രെക്ക് ചെയ്യാനായിട്ട്. വീഴുവോന്നൊരു പേടി. നീ വീഴത്തൊന്നുമില്ല. അതെ, നമ്മള് ശരിക്കും നല്ല ഷൂ എടുത്തോണ്ട് വരണ്ടായിരുന്നു. നമ്മള് ബൂട്ട് എടുക്കണമായിരുന്നു. നീ അങ്ങനെയൊന്നും പിടിക്കണ്ട. മര്യാദക്ക് പ്രോപ്പറായിട്ട് ചവിട്ടിയാൽ മതി. തെന്നി വീഴുവൊന്നുമില്ല. പ്രോപ്പറായിട്ട് ചവിട്ടിക്കോ. ഫുള്ളായിട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഫുള്ളായിട്ട് കാലെടുത്ത് വെക്കും. അങ്ങനെ പിടിക്കുമൊന്നും വേണ്ട. എനിക്ക് ബാലൻസ് കിട്ടുന്നില്ല. നിനക്ക് ബാലൻസ് ആയി കിട്ടും. നേരെ കയറി വാ, സമയങ്ങളല്ലേ. കാലെടുത്ത് വെച്ചോ, ഫുള്ളായിട്ട് കാലെടുത്ത് വെക്ക്, വീഴത്തൊന്നുമില്ല. ആ ഷൂ ചെളിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുല്ലിലൊന്ന് ഷൂ അടി വരച്ചാൽ മതി, അപ്പോഴേക്കും ആ ചെളി മാറും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ രാമക്കൽമേടില്ലേ, രാമക്കൽമേടൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു വ്യൂ ആണ്. അതായത് നമുക്ക് തമിഴ്നാട്ടിലെ മറ്റേ ആ കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് തോന്നുന്നു ഇവിടെ നമുക്ക് മറ്റേ നെല്ലൊന്നും അല്ല, ബാർലിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാന്ന് തോന്നുന്നു. ആ ഒരു വൈബാ. കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് കയറാം. പക്ഷെ എനിക്ക് ഈ സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി. ഈ പാരച്യൂട്ട് എനിക്ക് പേടി വരുന്നത്, അടിപൊളി. പക്ഷെ ഈ സാധനം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തിരക്കണം കേട്ടോ, നൈസായിരിക്കും, അടിപൊളിയാ. ഒരു പുള്ളി അവിടെ പാരച്യൂട്ടെ വന്ന് ലാൻഡ് ചെയ്ത് കേട്ടോ. ഇതില്ലേ അവിടെ ആ മഞ്ഞ ഇത്, പുള്ളി ഇനിയിപ്പോൾ അതെടുത്ത് മുകളിലോട്ട് കയറണമെന്ന് തോന്നുന്നു. ആ പുള്ളി അവിടെ നിന്ന് ഫ്ലൈ ചെയ്യാൻ പോകുവാണോ എന്ന് എനിക്കറിയില്ല. പുള്ളി അവിടെ നിന്ന് എന്തോ സംഭവം ചെയ്യുന്നുണ്ട്. കഷ്ടപ്പാടി, ഓരോ കഷ്ടപ്പാടുകൾ.
എടി അങ്ങനെ പിടിക്കണ്ട, ഇനി നേരെ പിടിക്കാതെ നടന്നു നോക്കിക്കേ. എനിക്ക് പേടിയാ. ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കയറിക്കോ. വീണ് ഞാൻ താഴ്ന്നുണ്ടാവും. പിന്നെ വീണ് കഴിഞ്ഞാൽ എന്റെ ഉടുപ്പൊക്കെ ചെളിയാ. ആനിവേഴ്സറി ആയിട്ട് ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ തോർത്തൊക്കെ ആയിട്ടാ വന്നേ. അതെന്തിനാ തോർത്ത്? എങ്ങാനും ഇവിടുന്ന് വീണാ തുടയ്ക്കണ്ടേ? ഇതല്ല വഴി. ആളവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ. ഇതല്ല വഴി. ഇതാ വഴി. നമ്മളാണ് നമ്മുടെ പാത്ത് ചൂസ് ചെയ്യുന്നത്. ഓ വൈബ് വൈബ് വൈബ്. അതല്ലടി, ആളവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഓ നൈസ്. അതെന്തോ ബാഗാ കേട്ടോ, ആ ബാഗിൽ പുള്ളി കിടക്കുവാ. ഞാനൊക്കെ വലിയ കാര്യത്തിൽ ട്രക്കിങ്ങിന് ഭാഗമാണ് ഗൈസ്. എനിക്ക് പേടി വരുന്നു. നൈസാ, നീ എൻജോയ് ചെയ്. ഓ അവ പറന്ന് കയറി പോയി കേട്ടോ. പേടിച്ച് തൂറി വീണു. അങ്ങനെ പറഞ്ഞല്ലേ? എടാ എനിക്ക് താഴേക്ക് നോക്കിട്ട് പേടി വരും. ഞാൻ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല. താഴത്തേക്ക് നൈസ് അല്ലേ? അതിന് സൂക്ഷിക്കണേ. അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസാ, നൈസ് ക്ലൈമറ്റ്. എങ്ങനെയുണ്ട് കേറിട്ട്? കേറിയിട്ടൊക്കെ കൊള്ളാം, പക്ഷെ എനിക്ക് പേടി വന്നിട്ട് വയ്യ. എന്തിനാണ് നീ പേടിക്കുന്നത്? എന്തിനാ? അതെന്താന്ന് വെച്ചാ, ഒന്നാമത്തെ കാര്യം ഞാൻ വിചാരിച്ചു എന്തോ റോഡിൽ കൂടെയാ പോകുന്നേന്ന്. ഞാൻ എന്റെ ട്രക്കിംഗ് റോഡിൽ കൂടെ ഞാനടുത്ത റോഡിൽ നമുക്ക് കുറച്ചുകൂടെ കയറിയാൽ മതി. എത്താറായതല്ല എനിക്ക് പേടി. ഞാൻ എങ്ങനെ തിരിച്ചിറങ്ങുന്നുള്ളത്. നമ്മൾ അവിടെയാ വണ്ടി ഇട്ടേക്കുന്നത്. തിരിച്ചിറങ്ങാനൊരു കുഴപ്പമില്ല. തിരിച്ചിറങ്ങാൻ നൈസായിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. ഞാൻ മരിച്ചു പോവല്ലേ? മരിച്ചൊന്നും പോകുന്നില്ല. എടി ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാ. അല്ല ഇതെനിക്ക് ഇത് തെന്നുന്നത് കൊണ്ടാ. നമ്മുടെ അവിടെ ചെമ്പ്രപ്പീക കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും? ചെമ്പ്രപ്പീക മൊത്തം കുത്തുകല്ലും നന്നായിട്ട് തന്നെ. എനിക്ക് അതൊന്നും അല്ല പേടി. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഷൂ തെന്നുന്നുണ്ട് ഇവിടെ. അപ്പൊ ഫുള്ള് ചെളിയാ. അപ്പൊ എനിക്ക് ഇവിടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അടിയിലത്തെ എൻ്റെ കാലിന്റെ വിരല് വരെ ഇങ്ങനെ അങ്ങനെ അവിടെ കൂടെ ട്രെയിൻ പോകുന്നു. പക്ഷെ ഇവിടെ ഇരുന്ന് കാണാൻ എന്റെ പേടി ഇതൊന്നും അല്ലാനോ. ട്രെയിൻ പോകുന്നു അവിടെ കൂടെ. ആ കണ്ടു 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 വിട്ടി വിട്ടി പോലെ അല്ലേ? ഓ അതൊക്കെ കണ്ടുപിടിച്ചല്ലേ നീ? നീ കില്ലാടി തന്നെ. നൈസാ, വ്യൂ ഒക്കെ അടിപൊളിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വെതറും കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളിയാ. ഒരു പാരച്ചൂട്ടി എന്നെ താഴെ ഇറക്കുമെന്ന് ചോദിച്ചാലോ? പാരച്ചൂട്ടി എന്നെ താഴെ ഇറക്കുമെന്ന് ചോദിച്ചാലോ? എനിക്ക് എടാ എനിക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെ തവള പോകുന്ന പോലെ മേളിലേക്ക് പൊക്കോളും. നീ ചുമ്മാ മുകളിലോട്ട് കയറി 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 പോയാൽ താഴത്തേക്ക് നമുക്ക് വേറെ വഴി വരാം. ഈ വഴി വരണ്ട. ഈ വഴി വരുമ്പോഴേ താഴത്തേക്ക് വല്ല റോഡേലും വന്നാൽ. അപ്പൊ നീ മനപ്പുറം ഈ വഴി ചൂസ് ചെയ്തതാണോ? വേറെ വഴി ഉണ്ടായിരുന്നോ? നമ്മുടെ ഭാഗത്ത് നമ്മളല്ലേ ചൂസ് ചെയ്തത്. നമ്മൾ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് പോകും. കേറിക്കോ. ഇതിലും പാടാണ് അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടം ഞാൻ പോയിട്ടില്ല. എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പോകാം. ഞാൻ പോട്ടെ? ആ ഇട്ടോ ഇട്ടോ ഇട്ടോ. വണ്ടി പോട്ടെ. എനിക്ക് ഇതുവഴിയാ ഇഷ്ടപ്പെട്ടെ. ആ പുല്ല് അധികം പിടിക്കണം കേട്ടോ. പുല്ല് തെന്നും. പുല്ല് അധികം പിടിക്കണം. പുല്ല് തെന്നും. അപ്പൊ പിടിക്കാതെ എങ്ങനെയാടാ കേറുക? നീ ചുമ്മാ സ്റ്റെപ്പ് വെച്ച് കയറി പോകുന്നത് നടന്നങ്ങ് കയറിയാൽ മതി. കാല് ചവിട്ടുമ്പോൾ ഉറപ്പിച്ച് ചവിട്ടുക. മാറേ. എനിക്കാണെ പേടി വന്നിട്ട് വയ്യ. നൈസായിട്ട് കയറി പോട്ടെ. സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലല്ലേ ഇട്ടേക്കുന്നത്? സ്റ്റെപ്പ് പോലെ എന്ന് പറയുന്നത് ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ. അയ്യോ എടി പുല്ല വരയ്ക്കും ചളി. ആ ഷൂ വരയ്ക്കും. നമ്മൾ ബൂട്ട്സ് ഇടാതെ വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നം. എന്നെ പിടിച്ചോളൂ. ഇനി ഏതാ വഴി? അതാന്ന് തോന്നുന്നു വഴി. വീരശൂര പരാക്രമിയായ നീ ഇനി ഇതുപോലെ ആവശ്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടരുത്. അല്ല എനിക്ക് പേടിയില്ലടാ. അതെ ഒട്ടും പേടിയില്ല. നീ എങ്ങോട്ടാ കയറുന്നത്? അങ്ങോട്ട്. അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളി, സൂപ്പർ. നീ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച്
തിരിച്ചല്ല. എടി നേരെ നോക്കടി. എടി നേരെ എണീറ്റെന്നേ നീ എണീറ്റെന്നേ. ആ നമ്മൾ കയറി വന്ന വഴിയാണ് കഴിച്ചത്. ഈ മല ഫുള്ള് നമ്മൾ കുത്തനെ കയറി. അടിപൊളിയായിരുന്നു, കാണാനൊക്കെ നൈസാണ്. ബാക്കിലേക്കുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. ഒത്തിരി പേരിവിടെ പാരഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ്, നൈസാണ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ ബ്യൂട്ടിഫുൾ സീനറി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ആണ് ചത്തമാണോ അയ്യ ഇവിടം വരെ കൊണ്ടുവന്ന പാടെ എനിക്കറിയാവുള്ളൂ. എനിക്ക് കുറച്ചുകൂടെ അങ്ങ് കയറാനുണ്ട്. ഇതാണെന്ന് തോന്നുന്നു എൻ്റെ ഹയസ്റ്റ് പോയിന്റ്. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ്. എന്തായാലും സംഭവം അടിപൊളിയാണ്, നൈസ് ക്ലൈമറ്റ്, അടിപൊളി. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെടും. അല്ല this is simple hiking, huh? You know? Edmund Hillary അല്ലേടാ എവറസ്റ്റ് കീഴടക്കി ആന്ന് തോന്നുന്നു. അവരൊക്കെ കീഴടക്കിയതുപോലെ മൗണ്ട് ടൂർ കീഴടക്കി നിൽക്കും. അതെ, ഇത് കയറിയ ഫുൾ വീഡിയോ നീ കാണണം കേട്ടോ യൂട്യൂബില്. കമോൺ, അടിപൊളി. ബൈ, പോവാം. ഓക്കെ ബൈ. ആ പാരച്ചൂട്ടിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പൊ എന്ത് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ഡെയിലി ഇട്ടുകൊണ്ട് നടക്കുന്ന എൻ്റെ ഒരു സാധാ ബ്ലാക്ക് ഫീൽ ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിന് എല്ലാ ദിവസവും ഞാൻ ഉപയോഗിക്കുന്ന ഷൂ ആയതുകൊണ്ട് അതിന് ഗ്രിപ്പ് കുറവാണ്. അപ്പോൾ ഇവിടെ ഫുള്ളി നനഞ്ഞിട്ട് ചെളിയായിട്ടിരിക്കുക. ഈ പുല്ലൊക്കെ പോയിട്ട് ആൾക്കാർ നടന്നാലും ചെളിയാണ്. അപ്പോൾ ഈ ഷൂ തന്നെ ഞാൻ ഇഴുകി സ്ലിപ്പായി താഴെ പോകുമെന്നുള്ളതായിരുന്നു എൻ്റെ പേടി. പ്രത്യേകിച്ച് എനിക്ക് ഇച്ചിരി പനിയും ഉണ്ട്. അല്ലാതെ എനിക്ക് വേറെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ കയറി വന്നപ്പം ഒരു വിജയീ ഭാവം. അങ്ങനെയല്ല കേട്ടോ, ഇവിടെ വരെ എത്തിയല്ലോ, ഇനി വീട്ടിലേക്ക് ഡയറക്റ്റ് പോകാമല്ലോ എന്നുള്ള ആശ്വാസമാണ് എനിക്ക്. എന്നാലും ഞാൻ ഇവിടെ എനിക്കിങ്ങനെ നിരപ്പ് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുത്തി കയറുമ്പോഴേ എനിക്ക് പോകണ്ട കേട്ടോ. ആളെ ടേക്ക് ഓഫ് ചെയ്യാൻ നോക്കട്ടെ. ആളോട് ചോദിച്ചതൊക്കെ ഇവർ ക്യാരി ചെയ്തുകൊണ്ട് വരുന്നതാണോ അത് ചോദിക്കാം. So you got a screen over there. What it shows? Yeah, it tells you where you are on the map. Oh, okay. Tells you the height above ground. Tells you whether you're going up or down, and All right. shows you the airspace and everything like that. Some oxygen mask or things? No, we don't go up that high to need it. Yeah. Oh, മീൻ കയറി അങ്ങ് പോയി കേട്ടോ. ഞാനിവർ ഈ വിങ്സും പാരച്യൂട്ടും ഒക്കെ റെഡിയാക്കുന്നത് നോക്കി നിന്നപ്പോൾ ആള് കയറിപ്പോയി. ആൾക്ക് പേടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ആളൊറ്റയ്ക്ക് ഞാൻ കയറിപ്പോയി. ഇവർ പറഞ്ഞത് ഇവർക്ക് ഇതിന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാമൊക്കെ എഴുതി പാസ്സായാൽ മാത്രമേ നമുക്കിവിടെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും അടിപൊളി. അങ്ങനെ അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾ നല്ലൊരു വഴി കണ്ടെത്തി കയറി. ഞങ്ങൾക്ക് നല്ലൊരു ഷോർട്ട് കട്ട് കയറിയത് അങ്ങോട്ട് പ്രോപ്പർ വഴി അത്ര സ്റ്റീപ്പായിട്ട് കയറണ്ടായിരുന്നു. ഹാപ്പിയായി. ഡോറയുടെ പ്രയാണം ഇതിലും ഈസിയാണ്. നോക്കിക്കേ, ഇത്ര നല്ല വഴി ഉണ്ടായിട്ടാണ് എന്നെ കൊണ്ട് ഇത് ലൈഫ് എക്സ്പീരിയൻസ് ആയില്ലേ. ഞാൻ എല്ലാവരോടും പറയും ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് കയറിയതൊക്കെ. അതെ, ഞാൻ ഒറിജിനൽ വീഡിയോ കാണിച്ചു കൊടുക്കാം എല്ലാവരെയും. അമ്മ നാരായണ ദേവി അതും കേൾപ്പിക്കും എല്ലാവരെയും. അല്ല, ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര റിയൽ ലൈഫ് ഹ്യൂമൻ ബീങ്. എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഈ ഇമോഷൻസ് ഉണ്ട്. എന്റെ കണ്ണട ബാഗിലിട്ടേ ഇവരുടെ വേറെന്താ സംഭവം ഫ്ലൈ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്.
taking off in a bit if you hang around. Yeah, sure. We'll be staying here anyway. We'll stay here. Oh, you got and a we'll camera see over there. How do you do that? Okay, yeah. So, Sure. what makes you come here? Like, what kick do you have? I mean, I enjoy flying. Like, it kind of feels like, have you ever had dreams where you can fly? It kind of feels like that. Like, So, you're did just. you buy all this? Well, actually, I build them. So, Really? It's my new glider, Yeah. and he So this is. designs and builds them. Yeah, so this is the Really? customer. Oh, He's just yes. he's buying this glider, but I have to fly every one before it goes to a So, customer. you are Okay. trying a demo today? In a way. Yeah, in a way. But yeah. yeah, and also tested it because it's this glider has actually never flown before today. Alright. ആ ചേട്ടൻ്റെ ആ പച്ച ഉടുപ്പിട്ട ആളുടെ കയ്യിൽ നിന്ന് മറ്റേ ആൾ മേടിക്കുവാണത്. അപ്പോൾ അയാൾ ബിൽഡർ അയാൾ ഉണ്ടാക്കി കൊടുത്തിട്ടൊരു ഡെമോ കാണിക്കും. പുള്ളി എന്നോട് പറയുവാണ്, ലേൺ ടു ഫ്ലൈ. നമുക്ക് ഒരുപാട് ഗേൾസ് വേണം ഫ്ലൈ ചെയ്യാൻ. ഇവിടെ അധികം ഗേൾസ് ഒന്നും ഫ്ലൈ ചെയ്യാറില്ല. പിന്നെ ഈ കുന്ന് കയറിയ പാട് എനിക്കറിയാം. അപ്പോഴാണ് ഇനി ഫ്ലൈ ചിലപ്പോൾ പറയാൻ പറ്റില്ല. നാളെ ഞാൻ ഫ്ലൈ ചെയ്തെന്നിരിക്കുമല്ലേ അനു? അങ്ങനെ നമ്മുടെ മാപ്പ് ടൂറും എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ വെറ്റ് ചെയ്യാനായിട്ട് തോന്നുക. കാരണം വെള്ളം കുടിച്ചിട്ടില്ല. ഭയങ്കര തണുപ്പുണ്ട്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. നഖമൊക്കെ ഇങ്ങനെ വേനിക്കുക. പക്ഷെ എന്തോ ഒരു ഫീൽ ഗുഡ് ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ഈ കല്ലിട്ട വഴി കൂടിയാണ് ഇറങ്ങി പോകാൻ പോണേ. ശരിക്കും ഇതായിരുന്നു യഥാർത്ഥ വഴി. ശരിക്കും നമ്മൾ ആ ഹൈക്ക് ചെയ്ത് വന്നത്. അപ്പോൾ അതെ. സത്യം പറഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നേ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഹൈക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പം ഇങ്ങനെ പടവുകളുണ്ടായിരുന്നു. ഇത് നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളിത് അറിഞ്ഞായിരുന്നെങ്കിൽ ഇതുവഴിയേ വരത്തുള്ളായിരുന്നു. പക്ഷെ എന്തോ നമ്മളത് അറിഞ്ഞില്ല. മേ ബി അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും അങ്ങനെ കയറിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ കയറാൻ പോകുന്നില്ല. പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. പല സമയത്തും എനിക്കത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ശരിക്കും എനിക്കത് മനസ്സിലായി. കാരണം ഒരു കുറച്ചൊക്കെ അങ്ങ് പോകുന്ന കഴിഞ്ഞപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ടയേർഡായിട്ടില്ല. എൻ്റെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിളായിരുന്നു. എങ്ങനെ വേണമെങ്കിൽ എനിക്ക് കയറി വരായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ചെരുപ്പ് സ്ലിപ്പ് ചെയ്യും, ഞാൻ വീഴും എന്നുള്ള ഭയമായിരുന്നു എനിക്ക് ഫുള്ള്. ഞാൻ വീഴും, ഞാൻ തെന്നിപ്പോവും, ഞാൻ താഴോട്ട് വീഴും. അതായിരുന്നു എൻ്റെ പേടി മുഴുവൻ. എൻ്റെ പേടി കാരണം കേട്ടോ എനിക്ക് ആകെ ടെൻഷനായി പോയേ. എന്താ അവര് പറഞ്ഞേ? Hi guys, welcome back to my YouTube channel. Nice meeting you guys. അപ്പൊ എനിക്ക് ശരിക്കും അത് പേടിയായി പോയി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പകുതി വെച്ചത്. പക്ഷെ അത്രയും പേടി വന്നപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തിരിച്ചെനിക്ക് ഇറങ്ങാൻ പറ്റൂല. ഞാൻ എങ്ങനെയെങ്കിലും ഇത് മേളിൽ കയറിയേ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും മേളിൽ കയറിയാൽ വേറൊരു ഓൾട്ടർനേറ്റീവ് പാത്ത് എന്തായാലും കാണും. കാരണം അല്ലാണ്ട് ഇതിങ്ങനെ ആവില്ലല്ലോ. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആകുമ്പോൾ എന്തായാലും വേറൊരു പാത്ത് കാണാതിരിക്കില്ല. അപ്പോൾ എന്തായാലും ഞാനിത് മേളിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ എനിക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഞാനിവിടുന്ന് തെന്നിപ്പോകും. അതായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. അപ്പോൾ ഞാൻ പിന്നെ ഉള്ള ദൈവങ്ങളെയൊക്കെ വിളിച്ചങ്ങ് കയറി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു വലിയ പാഠം, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി വേറൊരു വഴിയില്ല, എനിക്ക് കയറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ കയറി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈഫിൽ എപ്പോഴും അങ്ങനെ ചിന്തിച്ചാൽ മതി, എനിക്കിതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു ഒരു ഒരു ദൃഢനിശ്ചയമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെക്കൊണ്ടത് പറ്റും.
ഞാനിന്നത് ശരിക്കും മനസ്സിലാക്കി. പിന്നെ ഞാൻ ഭയങ്കര പേടിച്ചു പോയി. അയ്യോ, പിന്നെ എനിക്കറിയാമായിരുന്നു ഇന്നുകൊണ്ട് എൻ്റെ ആയുസ് തീരുന്നില്ല, അതുകൊണ്ട് എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ എനിക്ക് അനു ഉള്ളതായിരുന്നു ഏറ്റവും വലിയ ധൈര്യം. അനു എന്തായാലും എന്നെ പിടിച്ചോളും, എന്നെ താഴോട്ടിട്ട് കളയത്തില്ല. അനു വീണാലും എന്നെ പിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മൾ നടന്ന് സ്റ്റെപ്പിൽ കൂടി ഇറങ്ങി നമ്മൾ ഇത്രയേ എത്തി. നമ്മൾ ശരിക്കും അവിടെ എവിടെയോ ആണ് വണ്ടി ഇട്ടേക്കുന്നത്. അവിടുന്ന് നമ്മൾ കയറി ആ മല വരെ കയറിയായിരുന്നു. ആ മല വരെ കയറിയിട്ട് നമ്മൾ ശരിക്കും താഴേക്ക് ഇറങ്ങി വരുവാ. അനു അവിടെ നിൽക്കുക. വാ, മാംടോറിൻ്റെ സിഗ്നൽ. നമുക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. ഈ അനു എന്നെ കുറേ കളിയാക്കിയില്ലേ കയറി പോയപ്പോഴത്തേക്ക്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഏതുവഴിയാണ് കയറിയെന്നറിയാവോ? ആ വര പോലെ കാണുന്നില്ലേ ആ മലയിൽ, അതുവഴി കയറി നടന്ന് ഈ പാറ കണ്ടോ, അവിടെ വരെ കയറി ഞാൻ. യെസ്, ഐ മേഡ് ഇറ്റ്. അതെ ഇത് പറയാനാ ഞാൻ അവിടെ വരെ പോയി ബിൽഡപ്പിട്ട്. അങ്ങനെ നമ്മൾ ബ്ലൂ കവേണിൽ ചായ കുടിക്കാൻ പോവാ. തിരിഞ്ഞു തന്നേനു. ബ്ലൂ കവേൺ ചായ കുടിക്കാൻ പോവില്ല. പിന്നെ ഷോപ്പ് ബ്ലൂ കവേൺ എന്ന് പറഞ്ഞാൽ മറ്റേ ആ മൈൻ, പണ്ട് മൈനിങ് നടത്തിക്കൊണ്ട സ്ഥലം. ആ അതിലെ കൂടെയാണ്. എത്രയോ ഫീറ്റ് താഴേക്ക് പോകുമെന്നല്ലേ പറയുന്നത്? 120 ഫീറ്റ് താഴത്തെ ഭൂമിയുടെ അടിയിലാണ് മൈനിന്റെ ഇതെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഭയങ്കര തണുപ്പാണെന്നല്ലേ പറഞ്ഞേ? നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നേ. ഓക്കെ, ഇവിടെ എന്നെ ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, ഇതുണ്ട്. ഇതിന്റെ റേറ്റ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് ഇതെടുക്കാം. ഇത് ഒരു എണ്ണയേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടുത്തെ ചെമ്മരിയാടിനെ നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. മുഖത്തൊരു കറുപ്പ് കളറുള്ളത്. എൻ്റെ കൈയൊക്കെ ആകെ അഴുക്കായി. ഇതേ നമ്മൾ കേറിയ മല. ഇതെടുക്കാം. ഇത് ഒരു എണ്ണയേ ഉള്ളൂ. ഇതെടുക്കട്ടെ? എടുത്തേ. നമ്മളങ്ങനെ മാംടൂർ കയറി. അവിടുന്ന് നമ്മൾ താഴേക്ക് വന്ന് വണ്ടിയിൽ കയറിയിട്ട് വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ ബ്ലൂ ജോൺ കവേൺ എന്ന് പറഞ്ഞിട്ടൊരു കവേൺ കണ്ടു. അപ്പോൾ നമ്മളിവിടുന്ന് അവിടെ ഒന്ന് കയറാമെന്ന്. പക്ഷെ അവിടെ വീഡിയോഗ്രാഫി അലൗഡ് ഇല്ലായിരുന്നു. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കുന്നതിൽ കുഴപ്പമില്ലായിരുന്നു. അത് ശരിക്കും ഒരു മൈനായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ബ്ലൂ സ്റ്റോൺ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ഞാൻ ഇതിൻ്റെ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫോട്ടോ സൈഡിലിടാം. അപ്പോൾ ആ ബ്ലൂ ജോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ചിലോ റഷ്യനിലും എന്തോ ആണ് ആ വേർഡ്. ഒരു ബ്ലൂ യെല്ലോ കളറിലും ഉള്ളൊരു സ്റ്റോൺ ആണ്. അതുകൊണ്ടാണ് അതിന് ബ്ലൂ ജോൺ. അത് റഷ്യൻ പ്രൊനൗൺസിയേഷൻ വേറെ പോലെയാണ്. ഈ ഇംഗ്ലീഷിൽ അത് ബ്ലൂ ജോൺ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ സ്റ്റോൺ അവിടെ നിന്നാണ് മൈൻ ചെയ്യണേ. അവിടെ മാത്രമേ ഉള്ളൂ, വേൾഡിൽ വേറെ എവിടെയും ഇല്ല. അതുകൊണ്ടാണ് ബ്ലൂ ജോൺ കവേൺ. അതിൻ്റെ അകത്ത് കയറി കേട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് കുറേ സീരീസ് ഇങ്ങനെ ഇരുന്ന് കാണും, മൈനൊക്കെ ഉള്ള. അക്ഷയ് കുമാറിന്റെ ആ സീരീസിന്റെ പേരിനാ പൊക്രാനോ, റാണിഗഞ്ച്, മിഷൻ റാണിഗഞ്ച്. അങ്ങനെ ഒരു അനു കാണുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നേ. അപ്പൊ അതൊക്കെ ഇരുന്ന് കണ്ടപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറിയൊരു ഫീലാ. അക്ഷയ് കുമാറൊക്കെ ചെന്ന് അവിടെ നിൽക്കുന്ന പോലത്തെ ഒരു വൈബിലാണ് നമ്മൾ അവിടെ കയറിയത്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനാണ് ഏറ്റവും ആദ്യം ചാടിയോടി വന്നത്. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നുണ്ട് ഷീ ഈസ് വെരി ഫാസ്റ്റ്. അപ്പം എന്നോട് അവിടെ വേറൊരാൾ പറഞ്ഞു, നീ വേറൊരു സ്ഥലത്ത് ഡബ്ഡെയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലം കാണാൻ പോകണം, അവിടെ ഒരു 1 hour വാക്കോ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിനി എനർജി ഇല്ല, നടക്കാനായിട്ട് എനിക്കിനി പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു നീ അത് 10 minute കൊണ്ട് ഓടി വരും എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ നമ്മൾ ഇറങ്ങി. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിനി വീട്ടിൽ പോയാലോ. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ നമുക്ക്. അപ്പോൾ വിന്നറ്റ് പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മലയുടെ ഇടയിൽ കൂടി പോയൊരു വഴിയുണ്ട്. അപ്പോൾ അവിടുന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണാം.
ബവർ റിസർവോയർ എന്ന് പറഞ്ഞിട്ടൊരു റിസർവോയർ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെയും കൂടി പോയിട്ട്, അതപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചൊരു മലയാളി ചേട്ടനെ പരിചയപ്പെട്ടായിരുന്നു ആ മാം ടോറിൻ്റെ മേളിൽ കയറിയപ്പം. അപ്പോൾ അവർ പറഞ്ഞ് അത് തുറന്നിട്ടാലേ നമുക്ക്, അത് ഓപ്പൺ 24 hours ആണ്, പക്ഷെ അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ. പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്കിപ്പോൾ ഗൂഗിളിൽ നോക്കിയിട്ട് കണ്ടില്ല. എന്തായാലും നമ്മൾ പോവാം. അത് പോയി ആ വഴി തന്നെയാണ് ബേക്ക് വെല്ല് പോണേ. അപ്പോൾ ഇനി ലേഡി ബവറിലും പോയിട്ട് ബേക്ക് വെല്ല് പോയിട്ട് പുഡിങ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ലേഡി ബവർ റിസർവോയറിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഒരു 1,00,000 ടൺ ഓഫ് കോൺക്രീറ്റും 1,00,000 ടൺ ഓഫ് ക്ലേയും കൊണ്ടാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. ആണോ? വർക്കിംഗ് അല്ലേ? ഇതാണ് വെള്ളം താഴേക്ക് പോകുന്നെന്ന് പറഞ്ഞ. പക്ഷെ കൊള്ളാല്ലേ ഇവരുടെ നിർമ്മിതിയല്ല. അതെന്തുവായിരിക്കും? അതിന്റെ പവർ ഹൗസും കാര്യങ്ങളെല്ലാം. ആണോ? വെള്ളം സൈഡിൽ താഴത്തോടെ ഒഴിച്ചിട്ട് ഇത് കണക്കി അതിനകത്തേക്ക് വണ്ടി ഓടിച്ച് വന്നിട്ട് ഇത് വർക്കാവുന്നത് ഭയങ്കര ഷോക്കായിരുന്നല്ലേ. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇങ്ങോട്ട് നോക്ക്. നമ്മളൊരു ദിവസം വല്ലാതൊരു ഇത് തോന്നി യോർക്കിൽ പോയ ഓർമ്മയുണ്ടോ? ഒരു നല്ല മഴയുള്ള ദിവസം, ഫുള്ള് മഴ ഫുള്ള് ഇരുട്ട്, എന്നിട്ടൊന്നും കാണാൻ വയ്യ. ഇതാണെങ്കിൽ ഇന്ന് വർക്ക് ചെയ്തുമില്ല. സാരില്ല, നമുക്ക് ഇനിയും വരാവേ. ഒരു ദിവസം വർക്ക് ചെയ്യുന്ന ദിവസം വരാവേ. നല്ല ക്ലീൻ കാം ആൻഡ് ക്വയറ്റാ. സേവ് ദ ഡേറ്റ് എടുക്കാൻ സൂപ്പർ അല്ലേ? വലിയ താല്പര്യമില്ലാത്ത വിഷയമായതുകൊണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബൈ ബൈ ലേഡി പവർ, ബൈ. അങ്ങനെ നമ്മൾ ബേക്ക് വെൽ എത്തി. ChatGPT പറഞ്ഞ അനുസരിച്ച് നമ്മൾ ഓൾഡ് ബേക്ക് വെൽ പുഡിംഗ് ഷോപ്പ് നോക്കി പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് ബേക്ക് വെൽ പുഡിംഗ്, ഭയങ്കര ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബേക്ക് വെൽ പുഡിംഗ് കഴിക്കാം. എന്താണ് അതിൻ്റെ രുചി എന്നൊന്നും അറിയത്തില്ല. അതിന് അവിടെ ഒരാളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് അങ്ങ് പോവാം. എൻ്റെ കോലം നോക്കാം, മലയൊക്കെ കയറി വന്ന് ഭ്രാന്തിയെ പോലെയായി. ഞാൻ നടന്നതിൻ്റെ എതിർ ദിശയിലായിരുന്നു. നമ്മൾ വണ്ടി നിർത്തിയത് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നേ. അങ്ങനെ നമ്മൾ ദി ഓൾഡ് ഒറിജിനൽ ബേക്ക് വെൽ പുഡിംഗ് ഷോപ്പിലെത്തി. നമുക്ക് കയറി നോക്കാം. ആക്ച്വലി ദേഹമൊക്കെ ഫുള്ള് ചെളിയാണ്. എങ്ങനെ കയറി ചെല്ലുമെന്ന് അറിയത്തില്ല. എന്നാലും നമുക്കൊന്ന് അകത്ത് കയറാം. ഇവിടെ ഒരു പെട്രോളോ എന്തോ ഒന്ന് എരിയുന്ന സ്മെല്ല്. എന്താണ് ഇവിടെ ഒന്ന് എരിയുന്ന സ്മെല്ല്? എന്തോ ഒന്ന് പുകയുന്ന മണമുണ്ട്. ഇതിൻ്റെ അകത്ത് കയറാം.
So which is the best pudding? So the bakewell pudding, this one here, so it's a puff pastry base with a strawberry jam and then a set almond custard on top. Okay. That's what we're known for. Yeah, we just came here for having this. Oh, We are from Liverpool. oh are Yeah. you? Oh, Yeah. nice. ഒരെണ്ണം വാങ്ങാം, എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ രണ്ടെണ്ണം വാങ്ങാം. നമുക്കത് ടേസ്റ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത മേടിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഒരെണ്ണേ വാങ്ങിയുള്ളൂ, ഇഷ്ടമാവോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട്. കൊള്ളാല്ലേ? അല്ല നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ ബേക്കറി ഒന്നും അധികം കഴിക്കാത്ത ആളായതുകൊണ്ട് എനിക്ക് ഇനി ഇത് വേണമെന്നില്ല. പക്ഷെ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരെ വന്നു നമ്മൾ. ഒറ്റയ്ക്ക് തിന്നതാ, ഒറ്റയ്ക്ക് വസ്തു ഇഷ്ടപ്പെട്ടോ? സംഭവം സിമ്പിൾ ആണെങ്കിലും സംഭവം കൊള്ളാം. നല്ല വീടലി